നമസ്കാരം. ഞാൻ ഗ്രാൻഡ് പാഷോക്ക്. ഫൈലോക്രിട്ടസ് ട്രോയിൽ എത്തിയ കഥയാണ് പറഞ്ഞത്, അല്ലേ? എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫൈലോക്രിട്ടസ് ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് കളത്തിലാണ്. അയാളുടെ അസ്ത്രവിദ്യ കൊണ്ട് തുരുതുരി അമ്പുകൾ പായിച്ചുകൊണ്ട് ആകാശം അമ്പുകൾ കൊണ്ട് മൂടി. അത്ര വിദഗ്ധനായിരുന്നു അദ്ദേഹം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫൈലോക്രിട്ടസിൻ്റെ അമ്പുകൾക്ക് എതിരായിട്ട് ട്രോയ് സൈഡിൽ നിന്നും ഇതുപോലെ അസ്ത്രമഴ പെയ്യാൻ തുടങ്ങി. ഫൈലോക്രിട്ടസ് മുന്നോട്ട് വന്ന് നോക്കി, ആരാടാ ഇത്? നോക്കുമ്പോൾ അത് പാരീസാണ് ട്രോയ് പുഴയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ അസ്ത്രങ്ങളെല്ലാം അയക്കുന്നത്. പിന്നീട് നേരിട്ട് അവർ തമ്മിലുള്ള യുദ്ധമായി. അസ്ത്രങ്ങൾ പാഞ്ഞു അങ്ങും ഇങ്ങും. ഒടുവിൽ ഫൈലോക്രേറ്റസ് പറഞ്ഞു, എടാ നായേ, നിന്നെ കൊണ്ടാണ് ഈ യുദ്ധം മുഴുവൻ ഉണ്ടായത്. ഹെലനെ അവിടുന്ന് കട്ടുകൊണ്ട് വന്നതിന് നീയാണ് ഇത്രയും പേരുടെ മരണത്തിനെല്ലാം ഉത്തരവാദി. ഇതാ, തടുക്കാമെങ്കിൽ തടുത്തോളൂ. ഞാൻ മഹാനായ ഹെർക്കുലീസിൻ്റെ അസ്ത്രമാണ് അയക്കാൻ പോകുന്നത്. നിനക്ക് ധൈര്യമുണ്ട്, തടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് വിഷം പുരട്ടിയ ഒരു അമ്പ് പാരീസിന് നേരെ ചെയ്തു. ഈ വിഷം പുരട്ടിയ അസ്ത്രം ചെന്നിട്ട് പാരീസിൻ്റെ കയ്യിലാണ് തറച്ചതെങ്കിലും വിഷം പെട്ടെന്ന് ഇയാളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി. സഹിക്കാനാവാത്ത വേദന കൊണ്ട് പാരീസ് കരയാൻ തുടങ്ങി. അപ്പോൾ ട്രോയ് ഭടന്മാർ പാരീസിനെ അവിടുന്ന് മാറ്റി താവളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷചികിത്സ അവർക്ക് ആർക്കും ഒരു വശവുമില്ല. അപ്പോൾ പാരീസിന് തന്നെ ഓർമ്മ വന്ന് ഈ വേദനയ്ക്കിടയിലും ഇത് ചികിത്സിക്കാൻ ഒരേയാളേ ഉള്ളൂ. അതാണ് ഇനോൺ. പാരീസിൻ്റെ പ്രേമഭാജനമായിരുന്നു. ഹെലനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പാരീസ് നടന്നിരുന്നത്. അപ്പോൾ എന്തായാലും ചികിത്സിക്കാൻ ഇനോണ് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരീസ് പറഞ്ഞു, എന്നെ ഇനോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഇനോൺ താമസിച്ചിരുന്നത് കോട്ടയ്ക്കുള്ളിൽ കുറച്ചുള്ളിലേക്ക് മാറി ഒരു കാട് പിടിച്ച പ്രദേശത്ത് ഒരു ഗുഹയ്ക്കുള്ളിലാണ് അവൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഭടന്മാർ പാരീസിനെ എടുത്തുകൊണ്ട് അവിടെ എത്തുമ്പോൾ ആകപ്പാടെ ശോകമൂകമായ അന്തരീക്ഷമാണ് അവിടെ. ഉള്ളിൽ നിന്നും ദേവദാരു പുകയുന്ന സുഗന്ധം. ഉള്ളിൽ ഒരു ശോകഭരിതമായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇനോൺ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് പാരീസ് വിളിച്ചു, ഇനോൺ. ഇനോണ് ശബ്ദം കേട്ടിട്ട് മനസ്സിലായി അവളുടെ മനസ്സിൽ ക്രോധമാണെന്ന് അറിഞ്ഞത്. മറ്റൊരു സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ പാരീസിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യം തോന്നി. അവൾ പുറത്തു വന്നു. ഭടന്മാർ പാരീസിനെ ഇനോണിൻ്റെ മുമ്പിൽ കടത്തി. കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ പാദം സ്പർശിക്കാനായിട്ട് പാരീസ് ശ്രമിച്ചു. ഇനോൺ പെട്ടെന്ന് പിന്നോട്ട് മാറി. എന്നെ തൊടാൻ നിനക്ക് ഒരവകാശവുമില്ല. എന്തിനവിടെ വന്നത്? പാരീസ് കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രശ്നം പറഞ്ഞു. എനിക്കൊരു വിഷമമ്പേറ്റിരിക്കുന്നു. നിനക്ക് മാത്രമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനാവൂ. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇനോൺ പറഞ്ഞു, മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോൾ, സുന്ദരിയായ ഹെലനെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്നെ മറന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയി, അല്ലേ? നിന്നെ ഞാൻ ചികിത്സിക്കില്ല. പാരീസ് മാപ്പ് പറയാൻ തുടങ്ങി. എനിക്കെന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഹെലനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഭ്രാന്തനായിപ്പോയി. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ക്ഷമിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പാരീസ് അപേക്ഷിക്കാൻ തുടങ്ങി. ഇനോൺ പറഞ്ഞു, നീ അവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നെ വിട്ടിട്ട് പോയത്. അവൾ നിന്നെ രക്ഷിക്കും, പോയിക്കോ, ഞാൻ നിന്നെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇനോൺ നേരെ ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. വേറെ ഒരു നിവൃത്തിയില്ലാതെ ഭടന്മാർ പാരീസിനെ എടുത്തുകൊണ്ട് തിരിച്ച് കോട്ടയിലേക്ക് നടന്നു. നിർഭാഗ്യവശാൽ അവൾ ഈ വഴിയിൽ തന്നെ പാരീസ് മരിച്ചു. പാരീസിൻ്റെ മരണം അറിഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും പ്രിയാം രാജാവും
ഭാര്യയും വളരെ ദുഃഖിച്ചു. എന്ത് ചെയ്യാം, എല്ലാത്തിനും കാരണബോധനായിട്ട് എല്ലാ നാശനഷ്ടവും ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം എന്താ, ഇവനും ജീവൻ വെടിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ? അവർ രാജകീയമായ ഒരു ചിത ഒരുക്കാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് ഒരു വലിയ ചിതയൊരുക്കി ഈ പാരീസിൻ്റെ മൃതദേഹം അതിൽ വെച്ച് തീ കൊളുത്തി. ഇതേ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനോൺ പുറത്തു വന്നു. ഇനോൺ ആക്ച്വലി വിചാരിച്ചത് പാരീസോട് അടുത്തെവിടെയെങ്കിലും കാണുമെന്നാണ്. പോയെന്ന് വിചാരിച്ചില്ല. ഇവനെ കുറച്ചൊന്ന് ഒന്ന് കളിപ്പിച്ചിട്ട് ചികിത്സിക്കാമെന്നാണ് ഇനോൺ വിചാരിച്ചത്. പക്ഷെ പുറത്തിറങ്ങി നോക്കുമ്പോൾ പാരീസിനെ കാണാനില്ല. അവൾ പാരീസിനെ വിളിച്ചുകൊണ്ട് നടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. നോക്കുമ്പോൾ വലിയ ചിതയൊരെണ്ണം കത്തുന്നത് കണ്ടു. അവൾക്ക് മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട പാരീസ് മരിച്ചു പോയിരിക്കുന്നു. ആ ചിതയാണ് കത്തുന്നത്. അവൾ ഓടി ചിതയ്ക്കടുത്തേക്ക് ചെന്നു. എൻ്റെ പ്രിയപ്പെട്ട പാരീസ് എന്ന് പറഞ്ഞിട്ട് ആ ചിതയ്ക്കുള്ളിലേക്ക് എടുത്ത് ചാടി. എൻ്റെ പ്രിയപ്പെട്ട കാമുകൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അഗ്നിക്കുള്ളിൽ കടന്നു. അഗ്നി അവർ രണ്ടുപേരെയും ഭസ്മമാക്കി കളഞ്ഞു. മറ്റാർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് രണ്ടുപേരും ആ തീയിൽ ബന്ധമാണ്. ട്രോയ്ക്കാർ അവരുടെ ചിതാഭസ്മം എടുത്തുകൊണ്ട് വന്ന് ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അവിടെ ഒരു മൺകൂന ഉയർന്നു വന്നു. വനദേവതമാർ അതിൻ്റെ മുകളിൽ 2 റോസാച്ചെടികൾ നട്ടു. അതിൻ്റെ അല്ലികൾ വളർന്ന് ചുറ്റിപ്പിണഞ്ഞ് ഒന്നായി മാറി. പാരീസിൻ്റെയും ഇനോണിൻ്റെയും സ്നേഹത്തിന് ഉദാഹരണമായി ഒറ്റച്ചെടിയായി അത് വളർന്നു. പാരീസ് മരിച്ചിരിക്കുന്നു. ട്രോയ് യുദ്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ സംഭവിക്കാൻ? നമുക്ക് നോക്കാം. നമസ്കാരം.